ഒരു വശത്ത് കാട്, മറുവശത്ത് നാട്. മനുഷ്യരും മൃഗങ്ങളും വഴക്കൊന്നും ഇല്ലാതെ ജീവിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ മനുഷ്യനും മനുഷ്യനും തമ്മിലാ വഴക്ക്. ഈ പ്രദേശം കണ്ടെത്തി ഇവിടെ വേനൽക്കാല വസതി ഉണ്ടാക്കിയ ആ പഴയകാല തമ്പുരാനെ സമ്മതിച്ചേ പറ്റൂ. കൊച്ചു തമ്പുരാനും തമ്പുരാട്ടിയും രാവിലെ അമ്പലത്തിൽ പോയതല്ലേ? നിങ്ങളെല്ലാവരും രാവിലെ തന്നെ ജോലിക്ക് ഇറങ്ങിയോ? പിന്നല്ലാതെ പറ്റുമോ? ഇത് ഞങ്ങളുടെ ജോലിയല്ലേ. വൈകുന്നേരം വരെ ജോലി ചെയ്യോ? 5 മണി വരെ ജോലി ചെയ്യും. കൊച്ചു തമ്പുരാട്ടി പത്മാവതി തമ്പുരാട്ടിയുടെ തനി പകർപ്പ് തന്നെ. അതേ നടപ്പ്, അതേ ചിരി. പത്മാവതി തമ്പുരാട്ടിയെ കണ്ടതുപോലെ തന്നെ. മേഡം, മേഡം, മേഡം നിന്നേ. അതെന്താ സ്വന്തം അമ്മയുടെ കാര്യം ആരെങ്കിലും പറയുമ്പോ ഒഴിഞ്ഞു മാറുന്ന, കേൾക്കാൻ ഇഷ്ടമില്ലാത്ത പോലെ? എന്റെ അമ്മയെന്നൊന്നും എനിക്കിപ്പോ പറയാനേ തോന്നുന്നില്ല രാജു. എന്നെ ഉപേക്ഷിച്ചു പോയ എന്റെ അമ്മയെക്കുറിച്ച് എനിക്ക് ഓർക്കാൻ ഇഷ്ടമല്ല. കുട്ടിക്കാലം മുതല് ഞാൻ എന്റെ അമ്മയെക്കുറിച്ച് കേട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം നെഗറ്റീവാ. അത് കേട്ടിട്ടുള്ളതല്ലേ, അതായത് മറ്റുള്ളവര് പറഞ്ഞറിഞ്ഞത്. അത് ശരിയാവണമെന്നുണ്ടോ? കേട്ട കഥകളെല്ലാം നെഗറ്റീവായിട്ട് പറഞ്ഞതാണെങ്കിലോ? ഒരുപക്ഷെ മാഡം കരുതിയിരിക്കുന്നത് പോലുള്ള അമ്മ അല്ലെങ്കിലോ ഈ യഥാർത്ഥ അമ്മ? അമ്മ വളരെ നല്ലൊരു സ്ത്രീയായിരുന്നെങ്കിൽ അച്ഛൻ അമ്മയോട് പിണങ്ങുമായിരുന്നോ? ചോദ്യം ശരിയാണ്, പക്ഷെ ആ ചോദ്യത്തിൽ മാത്രമേ ഒരു റൈറ്റ് ഉള്ളൂ. പക്ഷെ ഏതൊരാളെയും ആർക്കും തെറ്റിദ്ധരിപ്പിക്കാം. ഇനി അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് മാഡത്തിന്റെ അമ്മയെങ്കിലോ? അങ്ങനെയാണെങ്കിൽ സ്വന്തം മകളെ ഉപേക്ഷിച്ചിട്ട് ഒരമ്മ പോവോ? ഐ കാൻ ബിലീവ് ഇറ്റ് രാജു. അറിഞ്ഞിട്ടുള്ളതെല്ലാം ഡാർക്ക് ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ. പക്ഷെ സ്വന്തം അമ്മയെ ഒരു പ്രാവശ്യം കാണാനുള്ള താല്പര്യം മാഡത്തിന് ഉണ്ടാവേണ്ടതല്ലേ? അമ്മയെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും അന്വേഷിച്ചു അച്ഛൻ അറിഞ്ഞ ആ നിമിഷം അച്ഛന്റെ ജീവിതത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കും. കേട്ടതൊക്കെ ശരിയാവണമെന്നില്ല മാഡം. എല്ലാ ബന്ധങ്ങളുടെ ഇടയ്ക്ക് ചില മീഡിയേറ്റർമാര് കടന്നു കയറാറുണ്ട്. അവര് കുടുംബങ്ങളെ തകർത്തെറിയും. ഇവിടുത്തെ ജോലിക്കാർക്ക് മാഡത്തിന്റെ അമ്മയെക്കുറിച്ച് ശരിക്കും അറിയായിരിക്കുമല്ലോ. ഞാനേ അവരോടൊന്ന് തിരക്കിട്ട് വരാം. രാജു, അകലെ